പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്നു ഫസ്ബൽ ഓഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഫസ്ബൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടായിരിക്കുന്നത് ഗുണകരമായിരിക്കും. ഞാൻ ശ്രീലത, തിരുവനന്തപുരം ചാല GHSലെ ഹിന്ദി അധ്യാപികയാണ്. ഞാൻ രാജീവ്, പാലക്കാട് കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപകനാണ്. 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഈ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. पहला पाठ एक कहानी है, बीर बहूटी. लेखक हैं प्रभात. या बेला और साहिल की दोस्ती की कहानी है. 6 സന്ദർഭങ്ങളിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത്. ഓരോ സന്ദർഭവും നന്നായി മനസ്സിലാക്കുക. ഈ പാഠഭാഗത്ത് നിന്ന് തിരക്കഥ, സംഭാഷണം, ഡയറി തുടങ്ങിയ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ബേലയും സാഹിലും സ്കൂളിലേക്ക് പോകുന്നതാണ് ഒന്നാമത്തെ സന്ദർഭം. ഈ ഭാഗത്തെ ചില ചോദ്യങ്ങൾ നോക്കാം. ബീർ ബഹൂട്ടി കിസ് വിധ മേ ആത്തി ഹെ? ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയി ചോദിക്കാം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ലേഖ്, കവിത, കഹാനി, വിവരൺ എന്നാണ്. അപ്പോ കൂട്ടുകാർക്ക് അറിയാം, ശരിയായ ഉത്തരം കഹാനിയാണ്. ബേല ഓർ സാഹിൽ ബീർ ബഹൂട്ടിയോं को कहां खोजते हैं? കൂട്ടുകാർക്ക് ഉത്തരം അറിയാമായിരിക്കും, ഖേത്ത് മേ. ബേല കെ റിബൺ കാ രംഗ് ക്യാ ഹെ? ശരിയായ ഉത്തരം ലാൽ, ചുവന്ന നിറമാണ്. അടുത്ത ചോദ്യം നോക്കാം. ബീർ ബഹൂട്ടിയോं की വിശേഷതായേ ക്യാ ക്യാ ഹെ? 3 മാർക്ക് വരെ ലഭിക്കാവുന്ന ചോദ്യമാണ്. ബീർ ബഹൂട്ടിയാം ബർസാത്തി कीड़े हैं. वे सुर्ख, मुलायम और गदबदी है. वे धरती पर चलती फिरती खून की प्यारी बूंदें जैसी है. മറ്റൊരു പ്രധാന ചോദ്യമാണ് തിരക്കഥ തയ്യാറാക്കുക എന്നത്. തിരക്കഥ തയ്യാറാക്കുമ്പോൾ സ്ഥലം, സമയം, കഥാപാത്രങ്ങൾ, അവരുടെ പ്രായം, കഥാസന്ദർഭം, സംഭാഷണം എന്നിവ സൂചിപ്പിക്കണം. ഒരു ചോദ്യം പരിചയപ്പെടാം. वे एक दूसरे के बहुत नजदीक रहकर बल्कि कहना चाहिए बिल्कुल सटकर बीर बहूटियां खोजते थे. इस प्रसंग पर एक पटकथा तैयार करें. നമുക്കൊരു മാതൃക ഇവിടെ പരിചയപ്പെടാം. ടീച്ചർ അതൊന്ന് വായിക്കാം. ദൃശ്യ 1, സ്ഥാൻ ഖേത്, സമയ സവേരെ 9 बजे, पात्र आयु और वेशभूषा. साहिल और बेला 11 साल के बच्चे, स्कूल वर्दी में. दृश्य बेला और साहिल खेत में बीर बहूटियां खोज रहे हैं. संवाद. साहिल, बेला देखो सुंदर बीर बहूटियां. बेला, हाँ, धरती पर चलती फिरती खून की प्यारी प्यारी बूंदें जैसी. साहिल, देखो सुर्ख, मुलायम और गदबदी भी हैं. बेला, हाँ हाँ. साहिल, इसका रंग तुम्हारे रिबन के जैसा लाल है. तुमने कुछ सुना बेला? बेला, हाँ, स्कूल में पहली घंटी लग गई है. साहिल, लेकिन मुझे पेन में स्याही भरवानी है दुकान से. बेला, तो जल्दी चलो. രണ്ടാമത്തെ കഥാസന്ദർഭം ബേലയും സാഹിലും പേനയിൽ മഷി നിറയ്ക്കാൻ കടയിൽ പോകുന്ന ഭാഗമാണ്. ഈ ഭാഗത്ത് ഒരു ചോദ്യമുണ്ട്. ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹി ദുലാന ചാഹിയെ, ദുക്കാൻദാറിനെ ഏസാ ക്യൂ കഹ? ഇതിന്റെ ഉത്തരം എഴുതാൻ കഴിയുമല്ലോ. ഈ ഭാഗത്ത് നിന്ന് തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കാനും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അടുത്ത കഥാസന്ദർഭത്തിൽ ഗണിതാധ്യാപകന്റെ പെരുമാറ്റവും അത് കുട്ടികളിൽ ഉണ്ടാക്കിയ മാനസികാവസ്ഥയുമാണ് പറയുന്നത്. ഇവിടെ നിന്ന് ധാരാളം ലഘു പ്രശ്ന, അതായത് ഒരു സ്കോറിനുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗണിത് കെ മാറ്റ് സാബ് കാ നാം ക്യാ ഹെ? സുരേന്ദർ ജി. ഗണിത് കാ പീരിയഡ് കബ് आता था? खेलखंडी के बाद. बेला क्यों शर्मिंदा हुई? ഈ ഭാഗത്ത് നിന്ന് മറ്റു ചില ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. बेला क्यों शर्मिंदा हुई? माट साहब ने उसे साहिल के सामने पीटा था, इसलिए वो शर्मिंदा हुई. മറ്റൊരു ചോദ്യം നോക്കൂ. सुरेंद्र जी का व्यवहार कैसा था? 2-3 अंक का प्रश्न है. सुरेंद्र जी जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या छापड़ मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. अगला प्रश्न देखें. जब वो उसके पास आकर बैठी, उससे नजर नहीं मिला पाई, क्यों? अगला प्रश्न देखिए. जब
वो उसके पास आकर बैठी. उससे नजर नहीं मिला पाई. क्यों? ഇതിന്റെ ഉത്തരം അറിയാമല്ലോ. നാലാമത്തെയും അഞ്ചാമത്തെയും കഥാസന്ദർഭത്തിൽ ബേലയ്ക്കും സാഹിലിനും മുറിവേൽക്കുന്നു. ഈ സന്ദർഭത്തിലെ ചില ലഘു ചോദ്യങ്ങൾ നോക്കാം. ബേലാക്കെ സിർ പർ ചോട്ട് കേസേ ലഗി. കൂട്ടുകാർക്ക് ഉത്തരം അറിയാം. ഛത്ത് സേ ഗിർക്കർ ബേലാക്കെ സിർ പർ ചോട്ട് ലഗി. ബേലാക്കെ സിർ പർ ചോട്ട് കബ് ലഗി? കൂട്ടുകാർക്ക് അറിയാമോ? ദീപാവലി കെ ബാദ് ബच्चे कहां खेलते थे? गांधी चौक की बालू में. बच्चों ने कौन सा खेल खेला? लंगड़ी टांग. साहिल को चोट कैसे लगी? टूटे स्टूल की कील लगकर സാഹിൽ കോ ചോട്ട് ലഗി. ഇരുവരും ആശുപത്രിയിൽ കണ്ടുമുട്ടുന്നു. ഈ ഭാഗത്ത് സംഭാഷണം തയ്യാറാക്കുന്ന ഒരു ചോദ്യവും പ്രതീക്ഷിക്കാവുന്നതാണ്. 5वीं कक्षा का रिजल्ट आ गया. दोनों छठी में आ गए. ये स्कूल 5वीं तक ही था. ഈ കഥയിലെ ഏറ്റവും ശ്രദ്ധേയമായ സന്ദർഭമാണിത്. ഈ ഭാഗത്തു നിന്നും തിരക്കഥ, ഡയറി എന്നിവയ്ക്കും സാധ്യതയുണ്ട്. डायरी लिखते समय इन बिंदुओं पर ध्यान दें. तारीख और दिन, आत्मनिष्ठ एवं प्रसंगानुकूल भाषा, संक्षिप्तता. एक नमूना देखें. ടീച്ചർ അതിന്റെ മാതൃക ഒന്ന് വായിക്കാം. ആദ്യം താരീഖ് എഴുതണം. मैं बहुत दुखी हूँ. आज 5वीं का रिजल्ट आ गया. हम दोनों छठी में आ गए. अब हमें अलग अलग स्कूल जाना पड़ेगा. साहिल अजमेर में पढ़ने जाएगा. वो हॉस्टल में रहेगा. मैं राजकीय कन्या पाठशाला में. साहिल की यादें. 7 बीरबहुटियां खोजना, स्कूल जाना, पढ़ना. साहिल से कब मिल पाऊंगी? ധാരാളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു പാഠമാണ് ബീർബഹുട്ടി. എല്ലാ കുട്ടികളും വളരെ ശ്രദ്ധയോടെ ഈ പാഠഭാഗം വായിക്കുക. കൂട്ടുകാരെ, അടുത്ത പാഠം हताशा से एक व्यक्ति बैठ गया था. यह विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी है. कविता का संदेश क्या है? 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. जानकारियां जरूरी नहीं है. दूसरों के प्रति प्यार, मदद एवं समझने की भावना होनी चाहिए. ഇവിടെ കവി അറിയുക എന്ന വാക്കിന്റെ പരമ്പരാഗതമായ അർത്ഥത്തെ മാറ്റി എഴുതുകയാണ്. ഇവിടെ നിന്നൊരു ചോദ്യം വരാം. जानना शब्द की लेखक की व्याख्या क्या है? उत्तर നോക്കൂ. जानना का रूढ़िग्रस्त अर्थ है व्यक्ति को उसके नाम, पते, उम्र, ओहदे आदि से जानना. कवि की राय में व्यक्ति को उसकी हताशा, निराशा, असहायता और संकट से जानना है. അടുത്ത ചോദ്യം നോക്കാം. കവി के अनुसार हताश व्यक्ति को जानने का मतलब क्या है? ഈ ചോദ്യത്തിന് 4 ഉത്തരങ്ങൾ നൽകാം. അതിൽ നിന്ന് ശരിയായത് കണ്ടെത്തി എഴുതുക. ഓഹദെ സെ ജാന്ന, നാം സെ ജാന്ന, മുസീബത്തും സെ ജാന്ന, ഉമ്ർ സെ ജാന്ന. ഇതിലെ ശരിയായ ഉത്തരം മുസീബത്തും സെ ജാന്ന. മറ്റൊരു ചോദ്യം നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഇവിടെ 3 വാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായ ഉത്തരമാണ് കണ്ടെത്തി എഴുതേണ്ടത്. കവി വ്യക്തി കോ ജാൻതാ ഥാ. കവി വ്യക്തി കി ഹതാശ കോ ജാൻതാ ഥാ. വ്യക്തി കവി കോ ജാൻതാ ഥാ. ഇവിടെ ശരിയായ പ്രസ്താവന ഏതാണ്? കവി വ്യക്തി കി ഹതാശ കോ ജാൻതാ ഥാ. ഇത്തരത്തിലുള്ള ലഘു ചോദ്യങ്ങൾ കണ്ടെത്തി പഠിക്കാൻ മറക്കരുതേ. സാധാരണ പരീക്ഷയിൽ വാക്യ പിരമിഡ് ചോദിക്കാറുണ്ട്. 2 വാക്കുകൾ ബ്രാക്കറ്റിൽ തന്ന് വാക്യ പിരമിഡ് എഴുതി കൂട്ടുകാർ പരിശീലിച്ചിട്ടുണ്ടാവും. അതുപോലെ 3ഓ 4ഓ വാക്കുകൾ ബ്രാക്കറ്റിൽ തന്ന് അത് വാക്യങ്ങൾ പൂർത്തിയാക്കാൻ ചോദിച്ചാലും കൂട്ടുകാർക്ക് അത് എഴുതാൻ കഴിയണം. ഇവിടെ 3 വാക്കുകൾ തന്നിട്ട് ഒരു വാക്യ പിരമിഡ് എഴുതുന്ന ഒരു ചോദ്യം ടീച്ചർ പരിചയപ്പെടുത്താം. പൂരാക്കർ ദേങ്കെ, സുന്നെ വാലെ പൂരാക്കർ ദേങ്കെ. ബ്രാക്കറ്റിൽ 3 വാക്കുകൾ തന്നിട്ടുണ്ട്. വാക്യ, കവിത, ഖുദ്. അതിന്റെ ശരിയായ ഉത്തരവും കൂടി ടീച്ചർ പറയുകയാണ്. പൂരാക്കർ ദേങ്കെ, സുന്നെ വാലെ പൂരാക്കർ ദേങ്കെ, കവിത സുന്നെ വാലെ പൂരാക്കർ ദേങ്കെ, കവിത സുന്നെ വാലെ വാക്യ പൂരാക്കർ ദേങ്കെ, കവിത സുന്നെ വാലെ ഖുദ് വാക്യ പൂരാക്കർ ദേങ്കെ. ഇത്തരത്തിൽ പിരമിഡ് തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ കൂട്ടുകാർ പരിശീലിക്കണേ. बच्चों, अगला पाठ एक कविता है, टूटा पहिया. कवि है धर्मवीर भारती. ഈ കവിതയിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ലഘു ചോദ്യങ്ങൾ, അതായത് ഒറ്റ വാക്കിലോ
വാക്യത്തിലോ ഉത്തരം എഴുതേണ്ടുന്ന ചോദ്യങ്ങൾ, കവിതയുടെ ആശയം എഴുതാനുള്ളവ, കവിതയുടെ കുറിപ്പ് തയ്യാറാക്കൽ തുടങ്ങിയവ. टूटा पहिया एक प्रतीकात्मक कविता है. कवि ने इन प्रतीकों को महाभारत कथा से लिया है. പ്രതീകങ്ങൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് കൂട്ടുകാർ പഠിച്ചിട്ടുണ്ടാവും. ടീച്ചർ അത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. ടൂട്ടാ पहिया ലഘു ഓർ ഉപേക്ഷിത് മാനവ് കാ പ്രതിനിധിത്വ करता है. അതുപോലെ അഭിമന്യു न्याय के पक्ष में रहने वाला शोषित, महारथी शोषक का प्रतिनिधित्व करता है. अक्षौहिणी सेना और ब्रह्मास्त्र शोषक के हाथ की महाशक्ति का प्रतिनिधित्व करता है. चक्रव्यूह സമസ്യയായി. പ്രതീകങ്ങൾ മനസ്സിലായല്ലോ. മറ്റൊരു പ്രധാന ചോദ്യമാണ് വരികളുടെ ആശയം തയ്യാറാക്കുക. കവിയെയും കവിതയും സൂചിപ്പിക്കുവാൻ മറക്കരുത്. വരികളുടെ ആശയം, പ്രത്യേകത എന്നിവ കൂടി സൂചിപ്പിക്കുക. 4 or 5 മാർക്കിനുള്ള ചോദ്യമാണ്. നമുക്ക് ഒരു ചോദ്യം പരിചയപ്പെടാം. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्थी आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. इन पंक्तियों के आशय लिखिए. നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം. श्री धर्मवीर भारती की कविता है टूटा पहिया. ये महाभारत युद्ध के प्रसंग पर आधारित है. अभिमन्यु ने चक्रव्यूह के अंदर प्रवेश किया. कौरव सेना के महारथियों ने उसके सारे शस्त्र नष्ट कर डाले. वे जानते थे कि सत्य अभिमन्यु के पक्ष में है, फिर भी उन्होंने अपने ब्रह्मास्त्रों से उसे कुचल देना चाहा. ഇനി കവിതയുടെ കുറിപ്പ് കൂടി തയ്യാറാക്കാമല്ലോ. കവിതയുടെ പൂർണ്ണമായ ആശയമാണ് എഴുതേണ്ടത്. കവിതയുടെ പ്രതീകാത്മക അർത്ഥം കൂടി എഴുതാൻ മറക്കരുതേ. ടീച്ചർ ഒരു മാതൃക പരിചയപ്പെടുത്താം. टूटा पहिया कविता पर टिप्पणी. धर्मवीर भारती हिंदी के महान कवि हैं. श्री धर्मवीर भारती हिंदी के महान कवि हैं. टूटा पहिया महाभारत के एक प्रसंग पर लिखी कविता है. कौरव पक्ष के महारथी जानते थे कि अपना पक्ष असत्य का है, फिर भी उन्होंने चक्रव्यूह में फंसे निहत्थे अभिमन्यु को ब्रह्मास्त्रों से कुचल डालना चाहा. तब अभिमन्यु ने एक टूटे पहिए से ब्रह्मास्त्रों से लोहा लिया था. यहाँ टूटा पहिया कहता है कि उसी प्रकार में किसी निरायुध के हाथ में आकर ब्रह्मास्त्रों से लोहा ले सकता हूँ. यहाँ टूटा पहिया यही कहना चाहता है कि अत्याचार के विरुद्ध लड़ने वाले को टूटा पहिया यानी लघु या उपेक्षित मानव ही सहारा बनेगा. यह वर्तमान परिवेश में लिखी कविता है. प्रस्तुत कविता में अनेक प्रतीक भी हैं. ഈ കവിതയിലെ 1 മാർക്കിനുള്ള ചില ലഘു ചോദ്യങ്ങൾ കൂടി നോക്കാം. ടൂട്ടാ पहिया क्या कहता है? ഉത്തരമാണ് മുझे टूटा हुआ समझकर फेंको मत. മറ്റൊരു ചോദ്യം നോക്കാം. अपने पक्ष को असत्य जानते हुए भी यह किसका पक्ष असत्य का है? ഇവിടെ 4 ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായതാണ് എടുത്തെഴുതേണ്ടത്. അഭിമന്യു, മഹാരഥി, टूटा पहिया, ब्रह्मास्त्र. ശരി ഉത്തരം മഹാരഥി. അടുത്ത ചോദ്യം. कौन ब्रह्मास्त्रों से लोहा ले सकता है? उत्तरम टूटा पहिया. सच्चाई को किसका आश्रय लेना पड़ता है? ഇവിടെ ഉത്തരവും ടൂട്ടാ പെഹിയാണ്. ഉത്തരവിടേണ്ടത് ടൂട്ടെ പെഹിയക്ക. ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ പാഠഭാഗത്തിലുണ്ട്. കൂട്ടുകാർ ശ്രദ്ധയോടെ പഠിക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10ാം ക്ലാസിന്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. चौथा पाठ है अयाम कलाम के बहाने. यह अयाम कलाम सिनेमा पर आधारित फिल्मी लेख है. लेखक है मिहिर. ഈ സിനിമാ ലേഖനത്തിൽ അയാം കലാം എന്ന സിനിമയും ലേഖകന്റെ കുട്ടിക്കാല സുഹൃത്തായ മോർപാലിനെ കുറിച്ചുള്ള ഓർമ്മകളുമാണ് കാണാൻ കഴിയുന്നത്. लेख के पहले भाग में मिहिर और मोरपाल की मित्रता का अंश है. वे आपस में अपने कहानी की अदला बदली करते थे. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ഡയറി തയ്യാറാക്കുന്നതിനോ അവരുടെ സൗഹൃദത്തെ സംബന്ധിച്ചോ 3-4 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. ഫിർ മോർപാൽ കെ ചരിത്ര കാ ചിത്രൺ ഹെ. മോർപാലിന്റെ ജീവിതത്തെയും സ്വഭാവത്തെയും കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. രവിവാർ की छुट्टी का दिन उसके लिए हफ्ते का सबसे बुरा दिन हुआ करता था. ऐसा क्यों कहा गया है?
ഇത് മറ്റൊരു പ്രധാന ചോദ്യമാണ്. यहाँ उसकी पारिवारिक अवस्था के बारे में हम लिख सकते हैं. वो खाने के लिए छाछ लाता था, मोरपाल पटना जाता था, उसे कमरतोड़ मेहनत करनी पड़ती थी. ഇത്തരത്തിൽ മോർപാലുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ പാഠഭാഗത്തിലുണ്ട്. लेकिन 8वीं के बाद पढ़ाई छूट जाती है और अपने पिता की तरह खेत मजूरी करता है. പാഠഭാഗത്തിലെ ശ്രദ്ധേയമായ ഭാഗമാണിത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. बाकी 99 कहानियों को कभी भूलना नहीं चाहिए जो हमारे बचपनों में है. लेखक ने ऐसा क्यों कहा है? കുട്ടികളെ, ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുന്നതിന് മുൻപ് അയാം കലാം സിനിമ മനസ്സിലാക്കേണ്ടതുണ്ട്. സിനിമയിൽ കലാം എന്ന ഛോട്ടുവിന് തന്റെ ആഗ്രഹം പോലെ സ്കൂളിൽ പഠിക്കുവാൻ കഴിയുന്നു. എന്നാൽ മിഹിറിന്റെ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നില്ല. പല കുട്ടികൾക്കും പഠനം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനാൽ കലാമിന്റെ കഥ കേവലം 100-ൽ ഒരാളിന്റെ മാത്രം കഥയാണ്. ഈ ആശയമാണ് ഇവിടെ എഴുതേണ്ടത്. ഈ ഭാഗത്തെ 1 മാർക്കിനുള്ള ലഘുചോദ്യങ്ങൾ പരിചയപ്പെടാം. മാസ്റ്റർ തിവാരിജി ക്യാ സിഖാത്തെ ഥേ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നൊരു ചോദ്യമാണ്. ഓപ്ഷൻസ് ഗണിത്, വിജ്ഞാൻ, അംഗ്രേസി, ഹിന്ദി. കുട്ടികൾക്ക് ശരിയായ ഉത്തരം അറിയാം, അംഗ്രേസി. മോർപാൽ കെ ജീവൻ കാ സബ്സെ അച്ഛാ സമയ് ക്യാ ഥാ? സ്കൂൾ മേ ബിതായ സമയ്. അയാം കലാം ഫിലിം കെ നിർദ്ദേശക് കോൻ ഹെ? അവിടെയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാലോ? ഓപ്ഷൻസ് ഇങ്ങനെയാണ്: മിഹിർ പാണ്ഡെ, പ്രഭാത്, നീൽമാധവ് പാണ്ഡ, വിനോദ് കുമാർ ശുക്ല. കൂട്ടുകാരെ, ശരിയായ ഉത്തരം എന്താണ്? നീൽമാധവ് പാണ്ഡ. മറ്റു ചില ചോദ്യം കൂടി നോക്കാം. കലാം ഉർഫ് ഛോട്ടു കഹാം കാം കർത്താ ഥാ? ഇതിന്റെ ഉത്തരം അറിയാമായിരിക്കും. ചായ് ദുക്കാൻ മേ. കോൻ കലാം കോ ബെഹത്തർ സപ്ന ദിഖാത്താ ഹെ? उत्तरम रणविजय. अगला प्रश्न देखें. मोरपाल शादी में भी स्कूल यूनिफॉर्म पहनकर क्यों आता था? उत्तर देखें. मोरपाल के पास एकमात्र कमीज पैंट का नया जोड़ा वो नीली खाकी स्कूल यूनिफॉर्म ही थी. इसलिए वो यूनिफॉर्म पहनकर शादी में भी आता था. ഒറ്റവാക്കിലും വാക്യത്തിലും ഉത്തരം എഴുതാനാകുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. കൂട്ടുകാർ ശ്രദ്ധയോടെ വായിച്ചു മനസ്സിലാക്കുക. കുട്ടികളെ, അയാം കലാം സിനിമ കാ മുഖ്യ പാത്ര ഹെ ഛോട്ടു. ഛോട്ടു കാ സപ്ന ക്യാ ഥാ? 1 മാർക്കിന്റെ ചോദ്യമാണ്. രാഷ്ട്രപതി കലാം ജൈസാ ബനന ഉസ്കാ സപ്ന ഥാ. ലൂസി മാഡം ക്യാ വാദ കർത്തി ഹെ? ദില്ലി ലേ ജാനെ കാ വാദ കർത്തി ഹെ. അടുത്ത ചോദ്യം നോക്കാം. रणविजय भाषण देने में क्यों परेशान है? रणविजय की हिंदी अच्छी नहीं थी, इसलिए भाषण देने में वो परेशान है. ഇത്തരത്തിലുള്ള ധാരാളം ലഘു ചോദ്യങ്ങൾ പാഠഭാഗത്തിലുണ്ട്. വായിച്ചു മനസ്സിലാക്കുക. കൂട്ടുകാരെ, മറ്റൊരു ചോദ്യം നോക്കാം. लेकिन छोटू छोटू होकर नहीं जीना चाहता, इससे आपने क्या समझा? ഇത് 3 മാർക്കിന്റെ 3 സ്കോറിന്റെ ചോദ്യമായി വരാം. ജോലി എടുക്കുന്ന എല്ലാ കുട്ടികളെയും ചോട്ടു എന്നാണ് അവിടെ വിളിച്ചിരുന്നത്. അങ്ങനെയല്ലാതെ സ്കൂളിൽ പഠിച്ച് രാഷ്ട്രപതി കലാമിനെ പോലെയായി തീരണമെന്നാണ് നമ്മുടെ ചോട്ടു ആഗ്രഹിച്ചിരുന്നത്. ഈ ആശയമാണ് ഇവിടെ എഴുതേണ്ടത്. സിനിമ के अंत में कलाम पर चोरी का आरोप लगाया जाता है तो वो भाग जाता है. इस प्रसंग पर एक सवाल है. कलाम फिर कलाम है. लेखक के इस प्रस्ताव पर चर्चा करें. छोटू रणविजय से उसकी दोस्ती के बारे में किसी से भी नहीं कहता, क्योंकि इससे रणविजय को सजा मिलेगी. इसलिए छोटू चोरी का आरोप स्वयं सहता है. രാഷ്ട്രപതി കലാമിനുള്ള കത്തുമായി ഡൽഹിയിലെത്തുന്ന ചോട്ടുവിന് പല ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരുന്നു. സിനിമയുടെ അവസാനം ചോട്ടു ആഗ്രഹിച്ചതുപോലെ സ്കൂളിൽ പഠിക്കാനാകുന്നു. ഇസ് പാഠ് സേ പട്കഥ, ഡയറി, ടിപ്പണി ആദി പ്രശ്നോं की संभावना है. കൂട്ടുകാർ ശ്രദ്ധിച്ചു പഠിക്കണേ. കുട്ടികളെ, അഗല പാഠ് ഹെ സബ്സെ ബഡാ ഷോമാൻ. കലാരംഗത്തേക്ക് ചാർലി ചാപ്ലിൻ കടന്നു വന്ന സംഭവമാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. चार्ली की माँ स्टेज पर गा रही थी. अचानक उसकी आवाज फट गई. मैनेजर के आदेशानुसार 5 साल का चार्ली स्टेज पर आया. ഈ ഭാഗത്ത് മാനേജറും അമ്മയും തമ്മിലുള്ള സംഭാഷണം നടക്കുന്നില്ലേ കൂട്ടുകാരെ? അവിടെ നമുക്കും സംഭാഷണം തയ്യാറാക്കാനുള്ള ഒരു ചോദ്യത്തിനുള്ള സാധ്യതയുണ്ട്. ഡയറി തയ്യാറാക്കുന്നതിനുള്ള ചോദ്യം വരാനും സാധ്യതയുണ്ട്. ചില ലഘു ചോദ്യങ്ങൾ പരിചയപ്പെടാം. സബ്സെ ബഡാ ഷോമാൻ കിസ് വിധ കി രചന ഹെ? കൂട്ടുകാർക്കറിയാം, ജീവനി.
सबसे बड़ा शोमैन किसकी जीवनी है? चार्ली चैपलिन की जीवनी है। मैनेजर ने क्यों चार्ली को स्टेज पर लाने के लिए जिद किया? मैनेजर ने चार्ली को अभिनय करते देखा था, इसलिए स्टेज पर लाने के लिए जिद की। चार्ली ने कौन सा गीत गाया? चार्ली ने जैक जोन्स गीत गाया। മാനേജർ ने പോട്ട്ലി കിസ്കെ ഹവാലെ की? കൂട്ടുകാരെ, ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയി വന്നാൽ ഓപ്ഷൻസ് ഇങ്ങനെയായിരിക്കും. നമുക്ക് നോക്കാം. चार्ली के, मां के, दर्शकों के, ഓർക്കസ്ട്ര वालों के. കൂട്ടുകാരെ, ശരിയായ ഉത്തരം ഏതാണ്? मां के. चार्ली के व्यवहार में कौन सा भाव था? അതും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയി വന്നാൽ ടീച്ചർ ഓപ്ഷൻസ് പറയാം. ദുഃഖ്, മാസൂമിയത്ത്, ക്രോധ്, ലജ്ജ. ശരിയായ ഉത്തരം मासूमियत. मशहूर गीत, इसमें निहित विशेषण शब्द कौन सा है? मशहूर. तब्दील होना, इसका मतलब क्या है? तब्दील होना माने बदल जाना. നമുക്ക് മറ്റൊരു ചോദ്യം കൂടി നോക്കാം. വ്യാകരണ ഭാഗത്തിൽ നിന്നാണ് അടുത്ത ചോദ്യം. നമൂനെ के अनुसार लिखे. माँ गाती है, माँ गाने लगी, चार्ली गाता है. ഈ വാക്യം എങ്ങനെയാണ് മാറി വരിക എന്നാണ് എഴുതേണ്ടത്. ഇവിടെ വാക്യം എങ്ങനെയാകും? ചാർലി ഗാനേ ലഗ. ഇത്തരത്തിലുള്ള വ്യാകരണ ഭാഗം നന്നായി പഠിക്കുക, പരിശീലിക്കുക. കൂട്ടുകാരെ, വേദിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആ കൊച്ചു കലാകാരനെ എല്ലാവരും അഭിനന്ദിച്ചു. ഈ സന്ദർഭത്തിൽ പത്ര റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. റപ്പട്ട് കെ മൂല്യാങ്കൻ ബിന്ദു ക്യാ ക്യാ ഹേ? റപ്പട്ട് വസ്തുനിഷ്ഠ ഹോ, അതായത് क्या, कौन, कब, कैसे, कहां आदि प्रश्नों के उत्तर देने लायक हो, अपना दृष्टिकोण प्रकट हो, शीर्षक आकर्षक हो. നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം നോക്കാം. दुनिया का सबसे बड़ा शोमैन का ये पहला शो था. इस घटना पर एक रपट तैयार करें. നമുക്കൊരു മാതൃക നോക്കാം. 5 साल के बच्चे का पहला शो. ഇതതിന്റെ ശീർഷകാക്കി എഴുതാം. തുടർന്ന് സ്ഥലം സൂചിപ്പിക്കുന്നു ലണ്ടൻ. തുടർന്ന് വാർത്തയാണ്. ആജ് 5 साल का बच्चा चार्ली ने कमाल कर दिया. उसकी माँ स्टेज पर गा रही थी. उसकी आवाज बढ़ने के कारण वो बच्चा स्टेज पर आया. उसने मशहूर गीत जैक जोन्स गाया. स्टेज पर पैसों की बौछार शुरू हो गई. लोग कहते हैं कि वो दुनिया के सबसे बड़ा शोमैन बनेगा. കൂട്ടുകാരെ, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പോസ്റ്റർ തയ്യാറാക്കാൻ. പോസ്റ്റർ तैयार करने में किन किन बातों पर ध्यान देना है? ആകർഷണീയത, വിഷയാനുകൂലത, സംക്ഷിപ്തത, ഉചിത് സന്ദേശ്. പോസ്റ്റർ തയ്യാറാക്കുന്നതിനുള്ള ചോദ്യങ്ങൾ കൂട്ടുകാർ എഴുതി പരിശീലിക്കുമല്ലോ. പാഠപുസ്തകം വായിച്ച് ചോദ്യങ്ങൾ വരുന്ന ഭാഗം മനസ്സിലാക്കുമല്ലോ. സംശയങ്ങൾ അധ്യാപകരോട് ചോദിക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10ാം ക്ലാസിന്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. नमस्कार प्यारे छात्रों, मैं बिंदुकला हूँ. तिरुवनंतपुरम के वोकेशनल हायर सेकेंडरी स्कूल विदुरा के हिंदी विभाग की अध्यापिका हूँ. प्यारे छात्रों, मैं हूँ दीपा, कोल्लम टीकेडीएम वोकेशनल हायर सेकेंडरी स्कूल की हिंदी अध्यापिका हूँ. परीक्षा तो नजदीक आ गई है और आप लोग उसकी तैयारी में होंगे, है ना? പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ആദ്യത്തെ ക്ലാസ് നിങ്ങൾ കേട്ടുവല്ലോ. നമുക്ക് അടുത്ത പാഠഭാഗങ്ങൾ കൂടി നോക്കാം. सुनिए, अगला पाठ है अकाल और उसके बाद. आप बता सकते हैं ये किस विधा की रचना है? हाँ, कविता. और कवि है श्री नागार्जुन. यहाँ कवि ने अकाल के और उसके बाद के समय का कुशल वर्णन किया है. കവി ഇവിടെ ക്ഷാമകാലത്തെ ഭീകരതയെക്കുറിച്ചും അതിനുശേഷമുള്ള സന്തോഷകരമായ അവസ്ഥയെയും കുറിച്ച് വർണ്ണിക്കുകയാണല്ലേ. कविता में अकाल के समय की सूचनाएं दी गई है. वे क्या क्या है? चूल्हे का रोना, चक्की का उदास रहना, छिपकलियों की गश्त, शिकस्त हालत वाले चूहे. अकाल के बाद क्या क्या परिवर्तन आते हैं? घर के अंदर दाने का आना, आंगन के ऊपर धुएं का उठना, घर भर की आंखें चमक उठना,
कौवे के पंखों का खुजलाना। ഈ കവിതയിൽ നിന്നും 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെട്ടാലോ? ചോദ്യങ്ങൾ ശ്രദ്ധിക്കൂ. कौन भीत पर गश्त कर रही थी? ചിപ്കലിയ. किसने पांखें खुजलाई हैं? കൗവേനെ. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും ചോദിക്കാം അല്ലേ? അതെ. സഹി വികൽപ്പ് ചുൻകർ ലിഖേം. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. किसकी हालत शिकस्त है? विकल्प है चिपकलियों की, चूहों की. उत्तर क्या है? चूहों की. चूहों की हालत शिकस्त है. अगला प्रश्न सुनिए. कौन रोता है? विकल्प क्या है? चूल्हा, चक्की. उत्तर बताइए. चूल्हा. चूल्हा रोता है. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ കൂട്ടുകാർക്ക് കഴിയുമല്ലോ. പാഠം നന്നായി വായിച്ചു മനസ്സിലാക്കിയാൽ 4 മാർക്കിനുള്ള ഈ ചോദ്യവും എളുപ്പമാവും. സഹി വാക്യാംശ ചുൻകർ താലിക ഭരെ. ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരിക്കും. കുറച്ച് വാക്യഭാഗങ്ങളും തന്നിട്ടുണ്ടായിരിക്കും. കവിതയുമായി ബന്ധപ്പെട്ടതാണിവ. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന വാക്യഭാഗങ്ങൾ ശ്രദ്ധിക്കൂ. आंगन के ऊपर धुआं उठा, चक्की उदास रही, कौवे ने पांखें खुजलाई, छिपकलियों की गश्त लगी. और इन वाक्यों में से अकाल से संबंध वाक्य कौन कौन से है उसे चुनकर लिखना है. अकाल से संबंध कौन कौन से वाक्य है? बोलिए. चक्की उदास रही, छिपकलियों की गश्त लगी. अकाल के बाद क्या क्या होते हैं? आंगन के ऊपर धुआं उड़ा, कौवे ने पांखें खुजलाई. और ये दिए गए इन विकल्पों में अकाल से संबंधित वाक्य कौन कौन से हैं? चक्की उदास रही, छिपकलियों की गश्त लगी. अच्छा, अकाल के बाद में क्या क्या होते हैं? आंगन के ऊपर धुआं उठा, कौवे ने पांखें खुजलाई. കവിതയിലെ വരികൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചോദിക്കാം. ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ. अकाल और उसके बाद कवितांश पढ़ें और निम्नलिखित प्रश्नों के उत्तर लिखें. दाने आए घर के अंदर कई दिनों के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उठी घर भर के आगे कई दिनों के बाद, कौवे ने खुजलाई पांखें कई दिनों के बाद. ഈ വരികളുമായി ബന്ധപ്പെട്ട് 2-3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യം പരിചയപ്പെടാം. धुआं उठा आंगन से ऊपर कई दिनों के बाद. इस पंक्ति में कवि क्या कहना चाहते हैं? ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ തയ്യാറാക്കാൻ ടീച്ചർ? ക്ഷാമത്തിന് ശേഷമുള്ള സന്തോഷകരമായ മാറ്റത്തെ സൂചിപ്പിക്കുന്ന വരിയല്ലേ ഇത്? घर के ऊपर धुआं उठी माने घर की रसोई में चूल्हा जलने लगा है, घर में अब अनाज आए हैं. വരികളിലെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിന് ഉത്തരം എഴുതാൻ ശ്രമിക്കേണ്ടത്. ഉത്തര മാതൃക നോക്കിയാലോ? ശ്രദ്ധിക്കൂ, ഉത്തരം ഇങ്ങനെ എഴുതാം. के समय की जो बुरी हालत थी वो बदल गई है, अब घर में अनाज है, खाना पकाने के लिए चूल्हा जलने लगा है, इसके कारण घर के ऊपर धुआं उठा है. കവി और കവിത का പരിചയ देते हुए ആശയ लिखे. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും സാധാരണ ചോദിക്കാറുള്ളതാണ്. കവിതയുടെ ആശയം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. അത് ഓർത്തുകൊണ്ട് കൂട്ടുകാർക്ക് ഇതിന്റെ ഉത്തരം എഴുതാൻ കഴിയില്ലേ? हमारा अगला पाठ है ठाकुर का कुआं नाम की कहानी. कहानीकार कौन है? प्रेमचंद. प्रमुख पात्र कौन कौन है? जोखू और गेंगी. जोकू और गेंगी दोनों पति पत्नी हैं. निम्न समझी जाने वाली जाति के भी है. यहाँ ठाकुर ऊंची जाति का प्रतिनिधि है. താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെടുന്നവർക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഈ കഥയുടെ വിഷയം. രോഗിയായ തന്റെ ഭർത്താവിന് കുടിക്കാൻ ഒരു മൊന്ത വെള്ളത്തിനു വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായ ഗംഗിയെയും അവളുടെ ഭർത്താവായ ജോഖുവിനെയും ഈ പാഠത്തിൽ നമ്മൾ പരിചയപ്പെട്ടില്ലേ?
जोकू बीमार था, उसे प्यास लगी तो गेंगी ने उसे पानी दिया। पानी में सख्त बदबू थी। गेंगी जानती थी कि गंदा पानी पीने से बीमारी बढ़ जाती है। पास में ही ठाकुर का कुआं है। वो जानती थी कि निम्न जाति के होने के कारण वहां से पानी नहीं मिलेगा। फिर भी गंगी ठाकुर के कुएं से पानी लेने निकल पड़ती है। ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യമായിക്കൂടെ ടീച്ചർ? ठाकुर के कुएं पर कौन चढ़ने देगा? ഗംഗി ക്യോം ऐसा सोचती है? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഉത്തരമായി നമുക്ക് ഇങ്ങനെ എഴുതാം. ഗംഗി निम्न जाति की थी, ठाकुर तो ऊंची जाति के। उस समय जाति प्रथा प्रबल थी। उच्च जाति वाले निम्न जाति वालों को अपने कुएं से पानी लेने की अनुमति नहीं देते थे, इसीलिए ഗംഗി ऐसा सोचती है. പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഠാക്കൂറിന്റെ കിണറ്റിന്റെ സമീപത്ത് ഒളിച്ചിരുന്ന ഗംഗി എല്ലാവരും ഉറക്കമായെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കിണറിൽ നിന്നും വെള്ളം എടുക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആദ്യ കുടം കോരിയെടുക്കും മുൻപ് തന്നെ വാതിൽ തുറന്ന് ഠാക്കൂർ പുറത്തേക്ക് വരുന്നു. പേടിച്ചു ഞെട്ടിയ ഗംഗി കയറും കുടവുമെല്ലാം ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടുകയാണ്. വീട്ടിലെത്തിയ ഗംഗി തന്റെ ഭർത്താവ് ആ മലിനജലം കുടിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് കണ്ടത്. ഈ പാഠഭാഗത്ത് നിന്നും 2 മാർക്കിനോ 3 മാർക്കിനോ വാക്യ പിരാമിഡ് നിർമ്മിക്കാനുള്ള ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ്. ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ. कोष्टक में दिए गए शब्दों की सहायता से वाक्य पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ 2 വാക്യാംശങ്ങൾ തന്നിട്ടുണ്ടാവും. ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് നോക്കൂ. ഗംഗി മൗക്കേക. ആദ്യത്തെ വാക്യവും തന്നിട്ടുണ്ടാവും. ഇന്തസാർ കർണേ ലഗി. രണ്ടാമത്തെയും മൂന്നാമത്തെയും വാക്യങ്ങൾ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാക്യഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വാക്യം എന്തായി വരും? ഗംഗി ഇന്തസാർ കർണേ ലഗി. മൂന്നാമത്തെ വാക്യമോ? ഗംഗി മൗക്കേക ഇന്തസാർ കർണേ ലഗി. അപ്പോൾ കൂട്ടുകാർക്ക് ഇത്തരത്തിൽ വാക്യപിരമിഡുകൾ നിർമ്മിക്കാൻ കഴിയുമല്ലോ. കൂട്ടുകാരെ, ഗംഗി ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമാണല്ലോ. അവളുടെ പ്രത്യേക സ്വഭാവ വിശേഷതകൾ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയതല്ലേ. ഗംഗിയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ഒരു ടിപ്പണി തയ്യാറാക്കിയാലോ? ചരിത്ര टिप्पण तैयार करने के लिए किन किन बातों पर ध्यान देना है? चरित्र टिप्पण तैयार करने के लिए उचित शीर्षक होना चाहिए. पात्रों के चरित्र का सूक्ष्म वर्णन होना चाहिए. पात्रों के चरित्र पर अपना मत भी प्रकट करना होगा. അപ്പോൾ ചോദ്യം ഇങ്ങനെ ആയിക്കൂടെ? संकेतों की सहायता से गंगी की चरित्रगत विशेषताओं पर टिप्पणी लिखिए. पति से प्रेम करने वाली, आत्मविश्वास रखने वाली, विद्रोही दिल वाली. ഉത്തരത്തിന്റെ മാതൃക കൂടി കേട്ടാലോ. गंगी. प्रेमचंद की कहानी ठाकुर का कुआं की प्रमुख नारी पात्र है गंगी. वह कहानी की नायिका है. वह निम्न जाति की है. गंगी जोकू की पत्नी है. वह अपने पति से बहुत प्रेम करती है. उसके स्वास्थ्य पर बड़ा ध्यान रखती है. इसलिए ही उसने उसे गंदा पानी पीने नहीं दिया. पति के लिए वो कुछ भी करने के लिए तैयार है. वो विद्रोही दिल वाली है. उसका विश्वास है कि मानव जाति से नहीं कर्म से ऊंचा बनता है. गंगी रिवासी पाबंदियों और मजबूरियों को हटाना चाहती है. पाठकों के दिल में एक साहसी और सशक्त नारी के रूप में वो हमेशा अमर रहेगी. ഈ പാഠഭാഗത്ത് നിന്നും 4-5 മാർക്കിന് സംഭാഷണം, ബാത്ചീത്ത് യാ വാർത്താലാപ് എഴുതാനുള്ള ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ്. വാർത്താലാപ് അഥവാ ബാത്ചീത്ത് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആരൊക്കെ തമ്മിലാണ് സംസാരിക്കുന്നത് എന്നാണ് കൂട്ടുകാർ ആദ്യം മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികവും ലളിതവുമായ സംഭാഷണ ശകലങ്ങൾ സന്ദർഭത്തിന് അനുകൂലമായ രീതിയിൽ ക്രമബദ്ധതയോടെ എഴുതുവാനും ശ്രദ്ധിക്കണം.
वार्तालाप या बातचीत तैयार करते वक्त हमें किन किन बातों पर ध्यान देना है? स्वाभाविकता, सरलता एवं प्रसंगानुकूलता, क्रमबद्धता, आशय स्पष्टता। ഒരു മാതൃക കേട്ടാലോ? घर जाकर गंगी ने देखा कि जो को लोटा मुंह से लगाए वही मैला गंदा पानी पी रहा है। जोको और गंगी के बीच की बातचीत तैयार करें। गंगी, अरे आप एक क्या कर रहे हैं? जोखू, बहुत प्यासा हूँ। गंगी, आपकी बीमारी बढ़ जाएगी ना। जोखू, गला सूख रहा था गंगी। गंगी, फिर भी एक गंदा पानी। जोखू, क्या करूं, तू भी नहीं लाई। गंगी, ठाकुर वहाँ था। जोखू, मैंने पहले ही कहा था ना। गंगी, हाँ, कब तक ऐसा जीवन चलेगा? जोखू, यही बात मैं भी सोच रहा हूँ. ഈ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ജാതിപ്രഥ എന്ന വിഷയത്തെക്കുറിച്ച് സൂചനകളുടെ സഹായത്തോടെ ഒരു ലേഖ് തയ്യാറാക്കുവാൻ നമുക്ക് കഴിയില്ലേ? ലേഖ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഉചിത് ശീർഷക്, ഭൂമിക, विषय का क्रमबद्ध विश्लेषण, विषय पर अपना दृष्टिकोण और उपसंहार. ഒരു മാതൃക പരിചയപ്പെടാം. संकेतों के आधार पर जाति प्रथा एक अभिशाप विषय पर एक लेख तैयार करें. संकेत ऐसे हैं: जाति प्रथा, विकट समस्या, सभी जाति वालों को समान स्थान, मनुष्य कर्म से महान बनते हैं, जाति प्रथा को हटाना. ഈ സൂചകങ്ങളുടെ സഹായത്തോടെ ഒരു നല്ല ലേഖ് തയ്യാറാക്കുവാൻ കഴിയില്ലേ? ഒരു മാതൃക കേട്ടു നോക്കാം. जाति प्रथा एक अभिशाप. जाति प्रथा समाज की एक विकट समस्या है. जाति के आधार पर मानव को निम्न और उच्च मानना बिल्कुल ठीक नहीं है. जातीय असमानता देश की सबसे बड़ी समस्या है. इसे दूर करना हर एक भारतीय का कर्तव्य है. हमारे देश के संविधान ने सभी जाति वालों के लिए समानता का अधिकार निश्चित किया है. मनुष्य जन्म से नहीं कर्म से महान बनते हैं. ലേഖനം പരിചയപ്പെട്ടില്ലേ? ജാതിപ്രഥ ഏക് അഭിശാപ് ഹെ. ഈ വിഷയത്തെക്കുറിച്ച് സ്കൂളിൽ ഒരു സങ്കോഷ്ടി, അതായത് സെമിനാർ നടത്തുന്ന വിവരം അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ തയ്യാറാക്കുവാനുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഒരു ചോദ്യം നോക്കിയാലോ? जाति प्रथा एक अभिशाप है. इस विषय पर स्कूल में एक संगोष्ठी चलानी है. इसके लिए एक पोस्टर तैयार करें. पोस्टर सरकारी हाई स्कूल तोटकाड, संगोष्ठी जाति प्रथा एक अभिशाप है. संचालन विनया, स्कूल लीडर. उद्घाटन प्रधान अध्यापक. सबका स्वागत. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള പാഠങ്ങളിൽ നിന്ന് 28 മാർക്കിനുള്ള ചോദ്യങ്ങളും 14 മാർക്കിന്റെ ചോയ്സും ഉണ്ടാകും. ഇനി നമുക്ക് തുടർന്നുള്ള പാഠങ്ങൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10ാം ക്ലാസിന്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. अगला पाठ है मुकेश नोटियाल का लेख വസന്ത് മേരെ ഗാവ് കാ. ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശത്തിലെ വസന്തകാലവും അവിടെ ഋതുക്കൾ മാറി മാറി വരുന്നതും കുട്ടികളുടെ പ്രധാന ഉത്സവമായ ഫൂൽദേയിയെ കുറിച്ചുമെല്ലാം പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാർ ഓർക്കുന്നില്ലേ? बच्चों, आप फूलदेई के बारे में क्या क्या जानते हैं? फूलदेई उत्तराखंड के हिमालयी अंचल के बच्चों का सबसे बड़ा त्योहार है. यह 21 दिन तक मनाया जाता है. बच्चे सुबह से शाम तक तरह तरह के फूल चुन लेते हैं. इन फूलों को रिंगाल से बनी टोकरियों में रखते हैं. इसे रात भर पानी से भरे गागरों के ऊपर रखा जाता है. सुबह होते ही बच्चों की टोलियां गांव भर में घूमती हैं. फूलों से घरों की देहरियां सजाई जाती हैं. घर वाले बच्चों को दक्षिणा के रूप में चावल, गुड़, दाल आदि देते हैं. 21 दिन तक बच्चे इन्हें इकट्ठा करते हैं. അവസാന ദിവസമോ अंतिम दिन
इन सामग्रियों से സാമൂഹിക് ഭോജൻ ബനാത്തെ ഹെ. അവസാന ദിവസം ഇങ്ങനെ ശേഖരിച്ചു വച്ച 21 ദിവസം ശേഖരിച്ചു വച്ച സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു സമൂഹ സദ്യ ഉണ്ടാക്കിയാണ് അവർ. ഇസ് त्योहार में बड़ों की भूमिका क्या है टीचर? इस त्योहार में बड़ों की भूमिका केवल बच्चों को सलाह देना है. അതെ, കുട്ടികളെ ഉപദേശിക്കുക മാത്രമാണ് മുതിർന്നവരുടെ ജോലി. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഉത്സവത്തിൽ കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ ഇനി ശ്രമിക്കാം. उत्तराखंड के हिमालयी अंचल के बच्चों का प्रसिद्ध त्योहार कौन सा है? बच्चों उत्तर जानते हैं ना? फूलदेई. परंपरागत रूप में चैती गीत गाने वाले कौन है? ഓജി. ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കിയവർക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ അനായാസം കഴിയും. നന്ദ പർവത് കഹാ സ്ഥിത് ഹൈ? पंजाचूली और चौगंबा के बीच. फूलदेई के त्योहार के अंतिम दिन बच्चे क्या करते हैं? सामूहिक भोजन बनाते हैं. फूलदेई के त्योहार में बड़ों की भूमिका क्या है? बच्चों को सलाह देना. फूलदेई का त्योहार कितने दिन तक मनाया जाता है? 21 दिन तक. फूलदेई का त्योहार किस ऋतु में मनाया जाता है? वसंत ऋतु में. पशु चारकों की खुशी का कारण क्या है? वे महीनों के बाद घर लौट रहे हैं. यही उनके खुशी का कारण है. ഈ പാഠഭാഗത്തിൽ നിന്ന് ടിപ്പണി, റെപ്പട്ട് മുതലായ ചോദ്യങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. അതെ, ടിപ്പണിയും റെപ്പട്ടും തയ്യാറാക്കുന്ന വിധവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനൊന്ന് ശ്രമിച്ചു നോക്കൂ. ചോദ്യം ഇങ്ങനെയാണ്: फूलदेई त्योहार की विशेषताओं पर टिप्पणी तैयार करें. ആ പാഠഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യവും ശ്രദ്ധിക്കൂ. उत्तराखंड के हिमालयी अंचल में फूलदेई का त्योहार धूमधाम से मनाया गया है. इस पर एक रप्पट तैयार करें. ഇനി മറ്റൊരു മാതൃക പരിചയപ്പെടാം. പാഠവുമായി ബന്ധപ്പെട്ട് കുറച്ച് വാക്യങ്ങൾ തന്നിരിക്കും. അതിൽ നിന്നും ശരിയായ വാക്യങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതണം. ആശയ സമജ്കർ സഹി വാക്യ ചുൻകർ ലിഖെ. തന്നിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കി അത് ശരിയാണോ തെറ്റാണോ എന്ന് തെരഞ്ഞെടുത്ത് എഴുതണം. തന്നിരിക്കുന്ന വാക്യങ്ങൾ ശരിയായി വായിച്ചു മനസ്സിലാക്കി അതിൽ നിന്നും ശരിയായ വാക്യങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതണം. ഇവിടെ തന്നിരിക്കുന്ന വാക്യങ്ങൾ നോക്കൂ. പഞ്ചാചൂലി और चौगंबा के बीच नंदा पर्वत स्थित है. ഈ വാക്യം ശരിയാണോ തെറ്റാണോ? ശരിയാണ്, സഹി ഹെ. അപ്പോ ആ വാക്യം എടുത്തെഴുതാമല്ലോ. दूसरा वाक्य है फूलदेई बच्चों का त्योहार है. ഈ വാക്യം ശരിയാണോ തെറ്റാണോ? सही है. वो भी लिख सकते हैं. और तीसरा वाक्य देखिए, फूलदेई का त्योहार 10 दिन तक मनाया जाता है. ഈ വാക്യം ശരിയാണോ തെറ്റാണോ? തെറ്റല്ലേ? फूलदेई का त्योहार वास्तव में 21 दिन तक मनाया जाता है. അപ്പോ ഈ വാക്യം അവിടെ എഴുതേണ്ടതില്ല. और अगला वाक्य, इस त्योहार में बड़ों की भूमिका केवल सलाह देना ही है. सही है या गलत है? बिल्कुल सही है. इस त्योहार में बड़ों की भूमिका केवल सलाह देना ही है. हम जानते हैं. ഈ വാക്യവും നമുക്ക് എടുത്തെഴുതാവുന്നതാണ്. अगला वाक्य सुनिए. फूलदेई की विदाई के साथ वसंत का उत्सव आरंभ हो जाता है. ഈ വാക്യം ശരിയാണോ തെറ്റാണോ? ये वाक्य तो गलत है. फूलदेई की विदाई के साथ वसंत का उत्सव का अंत हो जाता है या वसंत का उत्सव समाप्त हो जाता है ना? അപ്പോ ഈ വാക്യം ഇവിടെ എഴുതേണ്ടതില്ല. चैती गीत गाने वालों को ओजी कहते हैं. वो बिल्कुल सही वाक्य है. അപ്പോ ഈ വാക്യം ഇവിടെ എടുത്തെഴുതാവുന്നതാണ്. 3 മാർക്കിന്റെ ഒരു വാക്യ പിരമിഡ് കൂടി നമുക്ക് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ 3 വാക്യങ്ങൾ നിർമ്മിക്കേണ്ടി വരും. ഒരു മാതൃക കേട്ടാലോ? कोष्टक में दिए गए शब्दों की सहायता से वाक्य पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ 3 വാക്യഭാഗങ്ങൾ തന്നിട്ടുണ്ടാവും. കേട്ടോളൂ. टोकरियों में
बच्चे रिंगाल से बनी। ആദ്യ വാക്യവും തന്നിട്ടുണ്ടായിരിക്കും. पहला वाक्य है फूलों को रखते हैं. ഇനി തന്നിരിക്കുന്ന വാക്യഭാഗങ്ങൾ ഉപയോഗിച്ച് അടുത്ത 3 വാക്യങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്. ഉദാഹരണം ശ്രദ്ധിക്കൂ. फूलों को रखते हैं, बच्चे फूलों को रखते हैं, बच्चे फूलों को टोकरियों में रखते हैं, बच्चे फूलों को रिंगाल से बनी टोकरियों में रखते हैं. सही है? अच्छा. അപ്പോൾ ഇനി കൂട്ടുകാർ വാക്യ പിരമിഡുകൾ ശരിയായി നിർമ്മിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. बच्चों, हमारा अगला पाठ है दिशाहीन दिशा. പ്രസിദ്ധ ഹിന്ദി സാഹിത്യകാരനായ മോഹൻ രാഗേഷിന്റെ മനോഹരമായ ഒരു യാത്രാ വിവരണമാണ് ദിശാഹീൻ ദിശ. യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് കടൽ തീരങ്ങളോട് ഒരു പ്രത്യേക മമതയും ആത്മീയതയും ഉണ്ടായിരുന്നു. സമയവും സാമ്പത്തികവും അനുകൂലമായപ്പോൾ കന്യാകുമാരിയിലേക്ക് യാത്ര പോകുവാൻ അദ്ദേഹം തയ്യാറാകുന്നു. ബോംബെയിലെയും ഗോവയിലെയും കടൽ തീരങ്ങൾ കണ്ട് കന്യാകുമാരിയിൽ യാത്ര അവസാനിപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. എന്നാൽ ബോംബെയിലേക്കുള്ള യാത്ര മധ്യേ അദ്ദേഹത്തിന് തന്റെ സുഹൃത്തായ അവിനാശിന്റെ പ്രേരണ മൂലം ഭോപ്പാലിൽ ഇറങ്ങേണ്ടി വരുന്നു. അങ്ങനെ ആ രാത്രി അവിനാശിനോടൊപ്പം വള്ളത്തിലിരുന്ന് ഭോപ്പാൽ തടാകത്തിന്റെ മനോഹാരിതയ്ക്കൊപ്പം വൃദ്ധനായ വള്ളക്കാരൻ അബ്ദുൾ ജബ്ബാറിന്റെ ഗസലുകൾ ആസ്വദിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1 മാർക്കിന്റെ ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. സഹി വികൽപ്പ് ചുനെ. बूढ़ा मल्लाह का नाम क्या था? अविनाश और अब्दुल जब्बार. उत्तर है अब्दुल जब्बार. नमूने के अनुसार खाली स्थान भरे. वो प्लस को उसको. അപ്പോൾ മെയിൻ പ്ലസ് കോ എന്തായിരിക്കും? मैं प्लस को मुझको अथवा मुझे. അപ്പോ വേ പ്ലസ് നെ ഉനോനെ. അപ്പോ തൂ പ്ലസ് കാ എന്തായിരിക്കും ടീച്ചർ? तू प्लस का तेरा. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ബൂഠേ മല്ലാനെ സിർഫ് ഏക് ഡാഷ് ലഗായാ ഥാ. बनियन तहमत. इनमें से सही उत्तर कौन सा है? തെഹമത്. तहमत. सर्दी बढ़ रही है और मैं अपनी चादर साथ नहीं लाया. ये किसने कहा? विकल्प है मोहन राकेश ने, अविनाश ने, अब्दुल जब्बार ने. सोचकर बताइए. हाँ, सही है, अब्दुल जब्बार ने कहा. ഈ പാഠത്തിൽ നമുക്ക് മറക്കാനാവാത്ത ഒരു കഥാപാത്രമാണല്ലോ അബ്ദുൾ ജബ്ബാർ എന്ന വള്ളക്കാരൻ. അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഭോപ്പാൽ തടാകത്തിൽ വള്ളം തുഴഞ്ഞ് ഉപജീവനം നടത്തുന്ന, ദരിദ്രനാണെങ്കിലും അധ്വാനിച്ച് ജീവിക്കുന്ന വൃദ്ധനായ അബ്ദുൾ ജബ്ബാർ. വിനയശീലനായ ഗസൽ ഗായകൻ. ഗംഗയുടെ ചരിത്രചിത്രം തയ്യാറാക്കിയതുപോലെ അബ്ദുൾ ജബ്ബാറിന്റെ ചരിത്രചിത്രം തയ്യാറാക്കാൻ കൂട്ടുകാർക്ക് കഴിയില്ലേ? ചോദ്യം ശ്രദ്ധിക്കൂ. दिशाहीन दिशा के अब्दुल जब्बार का व्यक्तित्व बड़ा प्रभावशाली है. ये संगीत पढ़े और अब्दुल जब्बार के चरित्र पर टिप्पणी लिखे. संगीत है ഗരീബ് മല്ല, പരിശ്രമി, ഗസൽ ഗായക്, വിനയശീൽ, സാദാ ജീവൻ ബിത്താനെ വാല. വസന്ത് മേരെ ഗാവ് ക എന്ന പാഠത്തിൽ നമ്മൾ പരിചയപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നുള്ള ചോദ്യം ഈ പാഠഭാഗത്തിൽ നിന്നും ചോദിക്കാം. പാഠഭാഗം നന്നായി മനസ്സിലാക്കിയ കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാകും. अब हम अंतिम इकाई की ओर जाएं. इस इकाई में हमने राजेश जोशी की कविता बच्चे काम पर जा रहे हैं पढ़ी है ना? दोस्तों, इस कविता में राजेश जोशी ने हमारे समाज में मौजूद बाल मजदूरी या बाल श्रम की समस्या को दिखाया है. ബാലവേല എന്ന സാമൂഹിക പ്രശ്നത്തെ അതീവ ഗൌരവത്തോടെ കണ്ടുകൊണ്ട് അതിന്റെ പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തുകയും ബാലവേല എന്നേക്കുമായി തുടച്ചു നീക്കുവാനുമുള്ള സന്ദേശം തരുന്ന കവിതയാണ് ബച്ചേ കാം പർ ജാ രഹേ ഹൈ. हिंदी के प्रमुख समकालीन कवि श्री राजेश जोशी की कविता है बच्चे काम पर जा रहे हैं. कविता ने बाल श्रम की भीषणता की ओर संकेत किया है. കൊച്ചുകുട്ടികൾ കുടുംബം പുലർത്താൻ ജോലി ചെയ്യേണ്ടി വരുന്നത് തീർത്തും ഭയാനകം തന്നെയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും
വളരെ ലാഘവത്തോടെയല്ലേ ഇതിനെ കാണുന്നത്? मासूम छोटे बच्चों का काम पर जाना बहुत ही भयानक बात है, लेकिन हम इसे सरलता से कह रहे हैं। कवि चाहते हैं कि हम इसकी गंभीरता को समझें, इस पर सवाल उठाए कि पढ़ने लिखने की उम्र में बच्चे क्यों काम पर जा रहे हैं। कवि संदेह करते हैं कि क्या यहाँ बच्चों के लिए गेंदे, किताबें, खिलौने, मदरसे, मैदान आदि नहीं है? ये सब यहाँ से एकाएक नष्ट हो गए हैं, जिससे वे काम करने के लिए मजबूर हो गए हैं। लेकिन ये चीजें यहाँ मौजूद हैं, फिर भी बच्चे काम पर जा रहे हैं। कवि चाहते हैं कि हमें इस पर सवाल उठाना चाहिए, क्योंकि बच्चे देश की संपत्ति है, भविष्य है। उन्हें बचपन में पढ़ने लिखने का अवसर दे, खुशियां मनाने का अवसर दे। ബാലവേല ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. എന്താ കാരണം? കുട്ടികൾ രാജ്യത്തിന്റെ സമ്പത്താണെന്നിരിക്കെ, ഭാവിയാണ് എന്നിരിക്കെ അവർക്ക് പഠനവും കുട്ടിക്കളികളും സന്തോഷവും നിഷേധിക്കാമോ? कारण कुछ भी हो, बाल श्रम रोकना अनिवार्य है. കവിത ये संदेश देती है. ഈ പാഠത്തിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ബच्चे कब काम पर जा रहे हैं? ഉത്തരം അറിയാമല്ലോ. हाँ, सुबह सुबह. അതെ, അതിരാവിലെ. कविता के अनुसार हमारे समय के सबसे भयानक पंक्ति क्या है? हाँ, बिल्कुल सही है. बच्चे काम पर जा रहे हैं. सही विकल्प चुने. समस्याओं को विवरण की तरह लिखा जाना चाहिए, समस्याओं को सवाल की तरह लिखा जाना चाहिए. ഇതിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് കൂട്ടുകാർക്ക് പറയാമോ? हाँ, बिल्कुल है. समस्याओं को सवाल की तरह लिखा जाना चाहिए. कविता ने किस सामाजिक समस्या पर संकेत किया है? सोचकर बताइए. हाँ, सही है. बाल श्रम. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കൂട്ടുകാർക്ക് കഴിയുമല്ലോ. ഇനി 2-3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യം കൂടി പരിചയപ്പെട്ടാലോ? बातों को सवाल की तरह लिखा जाने से कोई फायदा है? अपना मत प्रकट करे. ഈ ചോദ്യത്തിന് 2 ഭാഗമില്ലേ ടീച്ചർ? ആദ്യത്തെ ഭാഗത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? बातों को सवाल की तरह लिखा जाने से कोई फायदा है. और इसका उत्तर क्या है? फायदा जरूर है. ഇതിന്റെ ഉത്തരമാണ് ആദ്യം എഴുതേണ്ടത്. ഇനി 2ാം ഭാഗം നോക്കിയാലോ? अपना मत प्रकट करे. अपना मत प्रकट करे, क्योंकि बातों को सवाल की तरह लिखा जाने से बाल श्रम के कारण ढूंढने का अवसर मिलता है, उसका हल निकालने की संभावना भी होती है. ഈ കവിതയിലെ ആശയവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുവാൻ കഴിയില്ലേ? ആകർഷകങ്ങളായ പോസ്റ്ററുകൾ തയ്യാറാക്കുവാൻ കൂട്ടുകാർക്ക് ഇപ്പോൾ അറിയാമല്ലോ. ഒരു മാതൃക നോക്കാം. बच्चों को खेलने दे, पढ़ने दे, बाल श्रम रोक ले, बाल श्रम के विरुद्ध പോസ്റ്റർ തയ്യാർ करे. ഈ ചോദ്യം ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് കൂട്ടുകാർ ഒരു പോസ്റ്റർ തയ്യാറാക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10ാം ക്ലാസിന്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. ഇനി നമുക്ക് അവസാന പാഠഭാഗത്തിലേക്ക് കടക്കാം. അന്തിം പാഠ് ക്യാ ഹൈ? श्रीमती कनक शशि की कहानी गुटली तो पराई है. സമൂഹത്തിൽ സ്ത്രീ പുരുഷ സമാനത ഉണ്ടാകേണ്ടതല്ലേ? कुछ परिवार वाले आज भी लड़के लड़कियों के बीच में भेदभाव दिखाते हैं. लिंग भेद के बारे में चर्चा करने वाली इस कहानी की प्रमुख पात्र एक 14 साल की लड़की है. उसका नाम क्या है? गुटली. गुटली आज के जमाने की लड़की है. वो कुशल एवं चतुर लड़की है. उसमें हर अन्याय पर सवाल उठाने की हिम्मत है. वह स्वयं कहती है गुटली चुप रहने वालों में से नहीं है. തന്റെ വീട്ടിൽ പെൺകുട്ടി എന്ന പേരിൽ അനുഭവിക്കേണ്ടി വന്ന അപമാനങ്ങൾക്ക് തന്റേതായ രീതിയിൽ മനോഹരമായി പ്രതികരിക്കുന്ന ഗുട്ടലിയെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? ഗുട്ടലിയുടെ വല്യമ്മയെ പരിചയപ്പെട്ടല്ലോ. പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ അന്യയാണെന്നും ഭർത്താവിന്റെ വീടാണ് അവരുടെ സ്വന്തം വീടെന്നും അവർ അടക്കവും ഒതുക്കത്തോടെയും വളരേണ്ടവരാണെന്നും എപ്പോഴും ഗുട്ടലിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വല്യമ്മയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ?
वो अपनी नसीहतों से गुटली को हमेशा परेशान करती थी। वो हमेशा गुटली को ये समझाने की कोशिश करती है कि गुटली पराई है, किसी और की संपत्ति है। बड़ी बुआ लड़कियों को ससुराल की संपत्ति मानती है। लेकिन गुटली तो यह मानने के लिए बिल्कुल तैयार नहीं थी. ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ഗുട്ടലി തന്റെ കൂട്ടുകാരിക്ക് എഴുതിയ കത്ത് തയ്യാറാക്കിയാലോ? പത്ര തയ്യാർ करते समय അല്ലെങ്കിൽ കത്ത് എഴുതേണ്ട സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടീച്ചർ? പറയാം. കഹാ സെ ലിഖാ यानी स्थान, कब लिखा यानी तारीख, किसको लिखा संबोधन, क्यों लिखा विषय या कलेवर, किसने लिखा स्वनिर्देश. പാഠവുമായി ബന്ധപ്പെട്ട ഒരു കത്തിന്റെ മാതൃക കേട്ടാലോ? बड़ी बुआ की नसीहतों से गुटली परेशान है. इसके बारे में वो अपनी सहेली को पत्र लिखती है. गुटली का पत्र तैयार करें. जयपुर 12 जनवरी 2022. प्रिय सपना, तुम कैसी हो? आशा करती हूँ कि सब कुशल मंगल है. मैं यहाँ बहुत परेशान हूँ, इसलिए सोचा कि तुमको लिखूं. बड़ी बुआ को तुम जानती हो ना? उसकी नसीहतें सुन सुनकर मैं परेशान हूँ. बात बात पर यही रटती है कि मैं पराई अमानत हूँ, ऐसा मत करो वैसा मत करो, क्योंकि मैं लड़की हूँ. मुझे ये बातें बिल्कुल भी अच्छी नहीं लगती. मैं इस भेदभाव को नहीं मानती, इसीलिए मैंने उसके खिलाफ आवाज उठाने का निर्णय ले लिया है. इस पर तुम्हारी राय क्या है? मुझे बताना जरूर. जवाब की प्रतीक्षा में तुम्हारी सहेली गुटली. ഇനി മറ്റൊരു ചോദ്യ മാതൃക നോക്കാം. अरे बेवकूफ, एक घर तो पराया है. यहाँ बड़ी बुआ गुटली को क्या समझाने की कोशिश करती है? ഉത്തരം എങ്ങനെ എഴുതണം ടീച്ചർ? उत्तरम इങ്ങനെ എഴുതാം. बुआ के अनुसार गुटली पराई है, किसी और की अमानत है. ससुराल ही उसका अपना घर है. പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ വേറെയും ചോദിക്കാം. പാഠം നല്ലപോലെ വായിച്ച് ആശയം മനസ്സിലാക്കിയാൽ ഉത്തരം നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയും. ഇനി നമുക്ക് മാതൃക നോക്കി മനസ്സിലാക്കി ഉത്തരം എഴുതാനുള്ള ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? നമൂനെ के अनुसार വാക്യ ബദൽക്കർ ലിഖിയെ. ഇങ്ങനെയാകും ചോദ്യം. ഒരു മാതൃക തന്നിട്ടുണ്ടാവും. ഗുട്ടലി ഹതാശ് ഹോ ഗയി, ഭയ്യ ഹതാശ് ഹോ ഗയ. അടുത്ത വാക്യം ഗുട്ടലി തപാക് സേ ബോലി. അതിന്റെ അടുത്ത വാക്യമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. മാതൃക കണ്ട് മനസ്സിലാക്കിയല്ലോ, അപ്പോൾ അതിന്റെ ഉത്തരം എഴുതാൻ കഴിയില്ലേ? ബതായിയെ ഉത്തർ ക്യാ ഹേ? ഭയ്യ തപാക് സേ ബോലാ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എഴുതാൻ കഴിയുമല്ലോ. വീണ്ടും ഗുട്ടലിയുടെ കഥയിലേക്ക് പോകാം. ഗുട്ടലിയുടെ അമ്മയുടെ സാന്ത്വനങ്ങൾ ബെഡിബുവയുടെ ഉപദേശങ്ങൾ ശരിവയ്ക്കുന്നതായിരുന്നു. അവൾ ചേച്ചിയുടെ കല്യാണ ദിവസം നടന്ന സംഭവം ഓർക്കുകയാണ്. गुटली की दीदी की शादी के दिन क्या हुआ था, याद है आपको? गुटली के घर मेहमानों से भरा हुआ था. वो बहुत ही खुश थी. दोस्तों के साथ फूल मस्ती करती थी. तब शादी का कार्ड आया. उसमें गुटली का नाम नहीं था. उसे बहुत दुख हुआ. वह निराश हुई. ചേച്ചിയുടെ കല്യാണ കാർഡിൽ തന്റെ പേരില്ലാത്തത് അവളെ എത്രമാത്രം നിരാശയാക്കി, ദുഃഖിതയാക്കിയല്ലേ? लेकिन गुटली तो चुप रहने वालों में से नहीं थी. उसने क्या किया? सीधे ताऊजी के पास जाकर उसके बारे में पूछा. ताऊजी ने क्या कहा? ताऊजी ने कहा कि घर की लड़कियों का नाम कार्ड पर नहीं छपेगा. ടീച്ചർ, ഇവിടെ നമുക്ക് ഒരു ബാത്ചീത്ത് അഥവാ വാർത്താലാപിനുള്ള സാധ്യതയില്ലേ? ഉണ്ട് ടീച്ചർ, ഉണ്ട്, തീർച്ചയായും. വാർത്താലാപ് അല്ലെങ്കിൽ ബാത്ചീത്ത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ക്ലാസിന്റെ ആദ്യം പറഞ്ഞത് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? ഒരു മാതൃക കണ്ടാലോ? ചോദ്യം ശ്രദ്ധിക്കൂ. शादी की कार्ड वाली बात को लेकर गुटली और ताऊजी के बीच की बातचीत तैयार करें. गुटली: नमस्ते ताऊजी. ताऊजी: हाँ, क्या बात है? गुटली:
जी मेरा नाम इस कार्ड में नहीं है। ताऊ जी, तो क्या हुआ? गुटली, क्या आप मेरा नाम छपवाना भूल गए? ताऊ जी, नहीं तो। गुटली, फिर क्यों क्यों मेरा नाम ही इसमें नहीं है? घर की छोरियों का नाम कार्ड पे नहीं छपते। गुटली, ये तो बहुत बुरी बात है। ताऊ जी, സവാൽ करने आई हो, चल भाग यहाँ से. ഗുട്ടലിയുടെ ചേച്ചിയുടെയും ചേട്ടന്റെയും വിവാഹം കഴിഞ്ഞിരുന്നു. എന്നാൽ വിവാഹശേഷം രണ്ടുപേരുടെയും പെരുമാറ്റത്തിലുണ്ടായ വൈരുദ്ധ്യവും അവൾ ഓർത്തെടുക്കുകയാണ്. വല്യമ്മയുടെ ഉപദേശങ്ങളുടെയും തനിക്ക് സ്വന്തം വീട്ടിലുണ്ടായ അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ അവൾ ഒരു ഉറച്ച തീരുമാനമെടുക്കുന്നു, അല്ലേ? എന്താണത്? തനിക്ക് അവകാശമില്ലാത്ത വീട്ടിൽ ഇനി മുതൽ ഒരു ജോലിയും ചെയ്യില്ല എന്ന്. यदि उस घर में उसका कोई अधिकार नहीं है तो घर का कोई काम वो नहीं करेगी. इस कहानी हमें क्या संदेश देती है? हमें लड़के लड़कियों को समान रूप से देखना है. ഈ പാഠത്തിൽ നിന്നും ഗുട്ടലിയുടെ ഡയറി, പോസ്റ്റർ, ലേഖ് തുടങ്ങിയ ചോദ്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പാഠപുസ്തകത്തിലെ എല്ലാ പാഠങ്ങളും ഒന്നുകൂടി പരിചയപ്പെട്ടിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ മാതൃകകളും പരിചയപ്പെട്ടു. हताशा से एक व्यक्ति बैठ गया था, वसंत मेरे गांव का, दिशाहीन दिशा, बच्चे काम पर जा रहे हैं, गुटली तो पराई है. ഈ 5 പാഠഭാഗങ്ങളിൽ നിന്നുകൂടി 12 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ 6 മാർക്കിന് ചോയ്സും ഉണ്ടാവും. ഇനി കൂട്ടുകാർ ഓരോ പാഠവും സൂക്ഷ്മമായി വായിക്കുക. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, ക്വസ്റ്റ്യൻ പാറ്റേണുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ അധ്യാപകരുമായി ചർച്ച ചെയ്ത് വ്യക്തത വരുത്തുമല്ലോ. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാം. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. ശുഭകാമനാവോം കെ സാത്ത് ധന്യവാദ്. ഇപ്പോൾ നിങ്ങൾ കേട്ടത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10ാം ക്ലാസിന്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.